കവി ബിജു കാഞ്ഞങ്ങാടിന്റെ ഒളിമങ്ങാത്ത ഓർമ്മകൾക്ക് 3 ആണ്ട്. ഇതോടനുബന്ധിച്ച് അമ്പലത്തറയിലെ കേശവജി സ്മാരക പൊതുജന വായനശാലയിൽ സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടി പ്രശസ്ത കവി വീരാൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. This news sponsored by Manual Silks, Mega Mall, Main Road, Kanyangad, also at Kannur, Irati and Pattambi. കേശവജി സ്മാരക പൊതുജന വായനശാലയുടെയും ബിജു അനുസ്മരണ സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ബിജു കാഞ്ഞങ്ങാടിന്റെ 3ാമത് ഓർമ്മദിനത്തിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത്. അമ്പലത്തറയിലെ കേശവജി സ്മാരക പൊതുജന വായനശാലയിൽ സംഘടിപ്പിച്ച പരിപാടി പ്രശസ്ത കവി വീരാൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിന്റെ നാവാവുകയാണ് കവിതയുടെ ധർമ്മമെന്ന് ബിജു തിരിച്ചറിഞ്ഞിരുന്നുവെന്നും സൂക്ഷ്മമായ ഭാഷ കൊണ്ടെഴുതിയ പ്രകൃതിയുടെ ചിത്രണങ്ങളായിരുന്നു ബിജുവിന്റെ കവിതകളെന്നും പറഞ്ഞ വീരാൻകുട്ടി, നിറങ്ങൾ കൊണ്ടെഴുതപ്പെട്ട കവിതകളായിരുന്നു അവയെന്നും ഭാഷയിലുള്ള ധ്യാനമാണ് അവയുടെ സത്തയെന്നും കൂട്ടിച്ചേർത്തു. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഒരു 30 വർഷം 30 വർഷത്തിനടുത്ത് 3 പതിറ്റാണ്ടിനടുത്ത് വരുന്ന അത്രയും കാലം പക്ഷേ ഈ നാടുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത, ഇങ്ങോട്ടൊന്നും സാഹിത്യം കൊണ്ടും കവിത കൊണ്ടും വന്നിട്ടില്ലാത്ത ഒരു കാലത്ത് പോലും എനിക്ക് ബിജുവിനെ അറിയാമായിരുന്നു എന്ന് നിങ്ങളുടെ മുന്നിൽ പറയാൻ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം ഞാനും ബിജുവൊക്കെ ഒരേ കാലത്താണ് എഴുതി വാരികളിലൊക്കെ മാസികകളിലൊക്കെ ഞങ്ങളുടെയൊക്കെ കവിതകൾ അച്ചടിച്ച് വരുന്നൊരു സമയം. ഞാൻ കുറച്ച് വൈകിട്ടാണ് കവിതയിലേക്ക് വരുന്നത്. 30 വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. ബിജു എന്ന് വളരെ ചെറുപ്പമാണ്. അത് എനിക്കറിയില്ല. ബിജു കാഞ്ഞങ്ങാട് എന്നുള്ള പേര് മാത്രമേ അറിയുള്ളൂ. പരിപാടിയിൽ സാഹിത്യകാരൻ ഡോക്ടർ അംബികാസുധൻ മാങ്ങാട് അധ്യക്ഷനായി. പൂരക്കളി അവാർഡ് ജേതാവ് കയനാടൻ കൃഷ്ണൻ, ഭാരത് സേവക സമാജ് അവാർഡ് നേടിയ ബാബു കോട്ടപ്പാറ, ജീവകാരുണ്യ പ്രവർത്തകൻ ശരത് അമ്പലത്തറ എന്നിവരെ പരിപാടിയിൽ അനുമോദിച്ചു. എഴുത്തുകാരായ ഇ.പി. രാജഗോപാലൻ, മാധവൻ പുറച്ചേരി, എ.സി. ശ്രീഹരി, ദിവാകരൻ വിഷ്ണുമംഗലം, എം. പ്രിയ, കെ. അശ്വിൻ, ചന്ദ്രൻ, രവീന്ദ്രൻ പാടി, രാജേഷ് കരിപ്പാൽ, ടി. രാജേഷ് കുമാർ, ഗോപി മുളവന്നൂർ, പി.വി. ജയരാജ്, അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ, കെ. അനിൽകുമാർ, അമ്പലത്തറ നാരായണൻ, ശ്രീവത്സൻ പനയാൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പെരിയ.